സന്ദീപ് വാര്യരുടെ റോഡ് ഷോയ്ക്കിടെ വലിയ സംഘർഷമാണ് ഇന്നലെ പടന്ന കടപ്പുറത്ത് ഉണ്ടായത്. കോൺഗ്രസിന്റെ ഓഫീസ് കൂടി ആ സംഘർഷത്തിനിടെ ആക്രമിക്കപ്പെട്ടിരുന്നു. കോൺഗ്രസിന്റെ പടന്ന കടപ്പുറം ബൂത്ത് കമ്മിറ്റി ഓഫീസാണ് CPM പ്രവർത്തകർ ആക്രമിച്ചു എന്ന് അവർ ആരോപിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ കല്ലുകളൊക്കെ ഈ ഓഫീസിലേക്ക് ഇത്തരത്തിൽ വന്ന് പതിച്ചിട്ടുണ്ട്. കസാരകൾ, മറ്റ് ഫർണിച്ചറുകളൊക്കെ തകർത്ത നിലയിലാണ്. ഓഫീസിന്റെ ചില്ലുകളും തകർത്ത നിലയിലാണ്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. രണ്ട് വിഭാഗവും അവരുടെ വാദങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഈ റോഡ് ഷോ കടന്നു പോകുമ്പോൾ ആദ്യം പ്രകോപനമുണ്ടായത് CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്നാണ്. ഇവിടെ സ്ഥിരമായി CPMന്റെ ഒരു ശക്തി കേന്ദ്രമുണ്ട്. അവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനങ്ങൾ കടന്നു പോകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഈ റോഡ് ഷോ കടന്നു പോകുമ്പോൾ കല്ലെറിയുകയായിരുന്നു എന്നതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഒരു ആരോപണം? CPM പറയുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്നാണ് ആദ്യം പ്രകോപനം ഉണ്ടായത്. അവിടെ റോഡ് ഷോ എത്തിയപ്പോൾ അവരുടെ ഓഫീസിന് നേരെ കല്ലെറിഞ്ഞു എന്ന ഒരു ആരോപണമാണ്. നിങ്ങൾക്ക് എന്താണ്? അങ്ങനെയല്ല. സാധാരണ എല്ലാ കാലങ്ങളിലും കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും അതിന് മുമ്പുള്ള ഇലക്ഷൻ ആയാലും ഇനി സ്കൂളിലെ സാധാരണ കുട്ടികളുടെ സ്കൂൾ ഇലക്ഷൻ ആയാൽ പോലും അതിൻ്റെ തൊട്ടടുത്താണ് ഈ സംഘർഷം നടന്നതിൻ്റെ തൊട്ടടുത്താണ് ഹൈസ്കൂൾ. ഇവിടെ മൃഗീയ ഭൂരിപക്ഷമാണ് UDSF എല്ലാ കാലങ്ങളിലും കിട്ടാറ്. പക്ഷേ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് ഒരു പ്രകടനത്തിന് ഒരു കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ലീഗിൻ്റെയോ കൊടികൾ കണ്ടാൽ ആ സമയത്ത് ആ കുട്ടികളെ തടയുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സ്വഭാവം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അതുകൂടാതെ ഇന്നലെ ഒരു പ്രകോപനവുമില്ലാതെ നല്ല രീതിയിൽ വലിയ പറമ്പിൽ നിന്ന് തുടങ്ങി ഇവിടെ എത്തുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഫുട്ടേജ് തരാം. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ കല്ലുകളെടുത്ത് എറിയുന്ന ദൃശ്യം. റോഡ് ഷോക്ക് നേരെ കല്ലെറിഞ്ഞു. റോഡ് ഷോ എത്തുമ്പോഴേക്കും അവിടെ സംഘർഷങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കല്ലുകൾ നിരന്തരമായിട്ട് പ്രവർത്തകന്മാരെ എറിയുന്നു. അങ്ങനെയാണ് റോഡ് ഷോക്ക് സ്വാഭാവികമായിട്ട് പ്രവർത്തകന്മാർ അവിടെ ഇറങ്ങി നിൽക്കുന്നത്. അത് ഭരണാധികാരികളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത്രക്കും മോശമായിട്ടാണ് കല്ലുകളും മറ്റുമൊക്കെ എറിഞ്ഞ് ഈ ജാഥ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായത്. ഇത് കഴിഞ്ഞ എല്ലാ കാലങ്ങളിലും അവിടെ എത്തുമ്പോൾ മാത്രമാണ് ഈ വലിയ പറമ്പ് പഞ്ചായത്തിൽ എപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊന്നുമല്ല. എപ്പോഴും നിങ്ങൾക്ക് ഇവിടെ ആൾക്കാരോട് ചോദിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. മറ്റ് ഈ പഞ്ചായത്തുകളും മറ്റ് UDFന് എത്രയോ മേൽക്കോയ്മയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ എവിടെയും ഇതുപോലെയുള്ള ഒരു സംഘർഷങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇതാണ് ഇവിടെ ഉണ്ടായത്. ഈ CPM ആരോപിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്നാണ്. അവിടെ എത്തുമ്പോൾ നിങ്ങൾ ആദ്യം ആ ഓഫീസിന് കല്ലെറിഞ്ഞു എന്നൊക്കെയാണ് അവർ ആരോപിക്കുന്നത്. ഇവിടെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു? മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, UDFന്റെ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാനാണ്, UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ കൺവീനറാണ്, മുൻ പഞ്ചായത്ത് ലീഗ് സെക്രട്ടറിയാണ്, ഉത്തരവാദപ്പെട്ട UDF നേതാക്കളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ ചരിത്രത്തിൽ 60 വർഷത്തിന് ശേഷമാണ് ഐക്യജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ശ്രീ സന്ദീപ് വാര്യർ വിജയിക്കുന്നത്. ആ വിജയ ആഹ്ലാദം പ്രകടനം നടത്തുന്ന മിനിഞ്ഞാന്ന് തന്നെ ഇവിടെ ഒരു സംഘർഷത്തിന് മുതൽ കൂട്ടിയിരുന്നു. പക്ഷേ ഞങ്ങൾ വളരെ ആത്മസംയമനം UDFന്റെ പ്രവർത്തകർ സംയമനം പാലിച്ചു. ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ കാരണം നിശ്ചയിച്ച സമയത്തിൽ നിന്ന് ഏകദേശം 4 മണിക്കൂർ വൈകിട്ടാണ് വലിയവർ പഞ്ചായത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ കവാടമായ മാടക്കാൽ മുതൽ എടയിലക്കാട് വരെ വന്നു. എടയിലക്കാട് ഞങ്ങൾ നൂറുകണക്കിന് വാഹനങ്ങൾ, അതുപോലെ ഏകദേശം 100-300 ഇരുചക്ര വാഹനങ്ങൾ, അതുപോലെ സ്ഥാനാർത്ഥികൾ അനേകം വനിതകൾ ഉൾപ്പെടെ മഹിളാ കോൺഗ്രസിൻ്റെയും വനിതാ മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ അതുപോലെ സ്ഥാനാർത്ഥി അപ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ മധ്യത്തിലാണുള്ളത്. പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയും UDFന്റെ നേതാക്കളൊക്കെ പ്രവർത്തകർ വാഹനം മുമ്പിലാണ്. ഈ പറയുന്ന പടത്തക്കടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് CPMന് കുറച്ച് ഹോൾഡുള്ള സ്ഥലമാണ്. ഏത് സമയത്ത് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് അങ്ങനെ സംഘർഷമില്ലാത്ത മേഖലയാണ്. UDFന് ശക്തമായ സ്വാധീന മേഖലകളുണ്ട്. എവിടെയും ഒരു പ്രശ്നമില്ല. കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അതെല്ലാം നിയമസഭ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ ഒരു പ്രദേശത്ത് എന്നും പ്രശ്നങ്ങളാണ്. UDF ജയിച്ചാൽ അതല്ലെങ്കിൽ സ്കൂളിൽ MSF ജയിച്ചാൽ ഇവർ പ്രകടനം നടത്തും. ഒരു പ്രതിഭാസമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന്. അവിടെ എന്നും ഇവർ സംഘർഷമുണ്ടാക്കുക. അതിൻ്റെ തുടർച്ചയെന്നോളം നമ്മുടെ സ്ഥാനാർത്ഥി കടന്നു വരുമ്പോൾ ഇവർ കല്ലെറിയാണ്. പാർട്ടി ഓഫീസിൽ വലിയ ചെങ്കല്ല് സ്വരൂപിച്ചിട്ട് ഇവർ എറിയുകയാണ്. നിങ്ങൾക്കറിയില്ല, ചെങ്കല്ല് എറിഞ്ഞാൽ ഒന്നും പ്രതിരോധിക്കാൻ കഴിയില്ല. ഏറ്റവും വലിയ ആയുധമാണല്ലോ ഇത്.
ഞങ്ങളുടെ പ്രവർത്തകർ ഒരു പ്രകോപനം സൃഷ്ടിച്ചിട്ടില്ല. വളരെ സൗമ്യമായിട്ട് അവർ വാഹനത്തിലൂടെ ഈ ഈ പറയുന്ന നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പിന്നെ യാത്ര അവർ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വളരെ ക്രൂരമായി 2 ഭാഗങ്ങളിൽ നിന്നാണ് ഇവർ എറിയുന്നത്. CPM-ന്റെ ചില കീടകേന്ദ്രം ഇപ്പോഴും അത് വളരെ പ്രതിഷേധം. ഞങ്ങളിപ്പോൾ ആസ്പത്രിയിൽ നിന്നാണ് ഇപ്പോഴും വരുന്നത്. പക്ഷേ പോലീസുകാർ വന്നു. വളരെ നിർഭാഗ്യമെന്ന് പറയട്ടെ, പോലീസ് പോലും ഈ ഓഫീസിന് പ്രവർത്തകരെ തടഞ്ഞ് ഞങ്ങളിൽ പ്രവർത്തകരെ ലാത്ത് ചെയ്ത് മാറ്റിയിട്ട് കല്ലെറിയാൻ സഹായിക്കുകയാണ്. ഇന്നലെ രാത്രി 3 മണിക്ക് തൃക്കരിപ്പൂർ KH ഞങ്ങളുടെ 3 പ്രവർത്തകർ ഓൾറെഡി ഹോസ്പിറ്റലുണ്ട്. വരുമ്പോൾ ഒരു പ്രവർത്തകനെ ക്രൂരമായി പോലീസ് ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി ഞങ്ങൾ അറിയുന്നില്ല. ഏകദേശം 3 മണിക്കൂർ തെക്കേക്കാട് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോലീസ് വണ്ടിയിൽ കൊണ്ട് ഇടിച്ചിട്ട് അതിക്രൂരമായി പരിക്ക് പറ്റിയപ്പം തൃക്കരിപ്പൂർ ലൈഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും കോൺഗ്രസ് ആരോപിക്കുന്നത് അവരുടെ റോഡ് ഷോ കടന്നു പോകുമ്പോൾ ആ റോഡ് ഷോക്ക് നേരെ CPM പ്രവർത്തകർ കല്ലെറിഞ്ഞു. അതിന്റെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഇന്നലെ ഇവിടെ ഉണ്ടായതെന്നാണ്. ആദ്യം പ്രകോപനമുണ്ടായത് CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണെന്നാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ UDF നേതാക്കൾ ആരോപിക്കുന്നത്. CPM മറു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അത് ആ പാർട്ടി ഓഫീസിന് നേരെ ആദ്യം കല്ലെറിഞ്ഞു എന്നതാണ് CPM-ന്റെ ആരോപണം. എന്തായാലും പോലീസ് ഇതിൽ കണ്ടാലറിയുന്ന 180 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. തുടർ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പോലീസ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷ പോലീസ് ഈ പ്രദേശങ്ങളിലൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾ നടക്കാത്തൊരു പ്രദേശമാണ്. ഇപ്പോൾ ഈ വോട്ടെടുപ്പിന് ശേഷം അല്ലെങ്കിൽ ഈ റിസൾട്ടിനൊക്കെ ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നം, ഒരു സംഘർഷം ഉടലെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രത പോലീസ് ഈ ഘട്ടത്തിൽ സ്വീകരിക്കുകയാണ്.